ഉയർന്ന വിദ്യാഭ്യാസം നേടിയാൽ സ്ഥിരതയുള്ള ജോലി ലഭിക്കും, അതിലൂടെ ജീവിതം സുരക്ഷിതമാകുമെന്നൊരു വിശ്വാസം ദീർഘകാലമായി ഇന്ത്യയിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ പഠിച്ചവർക്കെല്ലാം ജോലി എന്നാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി മാനിഫെസ്റ്റോയിൽ വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ഇതെല്ലാം യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതാണോ? അല്ല എന്ന് തന്നെയാണ് ഉത്തരം. എത്ര പഠിച്ചാലും ജോലി കിട്ടാൻ സാധ്യത കുറവാണ് എന്ന പുതിയ സാമൂഹിക യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ മുഴച്ചു നിൽക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ കുറവും തൊഴിൽ വിപണിയിലെ ഘടനാപരമായ മാറ്റങ്ങളുമാണ് ഇതിൻ്റെ പുറകിലുള്ള പ്രധാന കാരണങ്ങൾ. ഈ സാഹചര്യത്തിൽ ഇന്ത്യ മൂക്കുകുത്തി വീണുകൊണ്ടിരിക്കുന്ന അപര്യാപ്തമായ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ സാക്ഷ്യപത്രങ്ങളുടെ മൂല്യത്തകർച്ചയെക്കുറിച്ചുമാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. പഠിച്ച പണി 18 നോക്കിയിട്ടും അനുയോജ്യമായ തൊഴിൽ ലഭിക്കാതെ പോകുന്നവരുടെ ജീവിതത്തിലേക്കാണ് ഇന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. വിശദമായി പരിശോധിക്കാം. അസിം പ്രേംജി യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ സ്റ്റേറ്റ് ഓഫ് വർക്കിംഗ് ഇന്ത്യ 2026 റിപ്പോർട്ട് പ്രകാരം ഓരോ വർഷവും ഏകദേശം 50 ലക്ഷം ബിരുദധാരികൾ ഇന്ത്യയിലെ തൊഴിൽ വിപണിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ 2004 മുതൽ 2023 വരെ ഇവരിൽ ശരാശരി വെറും 28 ലക്ഷം പേർക്ക് മാത്രമാണ് ജോലി ലഭിച്ചത്. അതായത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിലില്ലായ്മയിലേക്കോ അല്ലെങ്കിൽ അവരുടെ യോഗ്യതയ്ക്ക് താഴെയുള്ള ജോലികളിലേക്കോ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ നേരിടുന്നത് തൊഴിലില്ലായ്മ മാത്രമല്ല, മറിച്ച് തികച്ചും അപര്യാപ്തമായ തൊഴിൽ സാഹചര്യങ്ങളും വിദ്യാഭ്യാസ യോഗ്യതകളുടെ മൂല്യത്തകർച്ചയുമാണ്. 1983 ഇന്ത്യയിൽ 50 ലക്ഷം ബിരുദധാരികളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2023 ആയപ്പോൾ അത് 6.3 കോടിയായി മാറി. പക്ഷേ തൊഴിലന്വേഷകരുടെ വർധനയ്ക്കനുസരിച്ച് തൊഴിലുകൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഇന്ത്യയിൽ നിലവിൽ 20 മുതൽ 29 വയസ്സുള്ള ബിരുദധാരികളിൽ ഏകദേശം 1.1 കോടി പേർ പൂർണ്ണമായും തൊഴിൽ രഹിതരാണ്. പ്രതിവർഷം പഠിച്ചിറങ്ങുന്ന ബിരുദധാരികളിൽ വെറും 6.7% പേർക്ക് മാത്രമാണ് സ്ഥിരം ശമ്പളമുള്ള ജോലി ലഭിക്കുന്നത്. വൈറ്റ് കോളർ ജോലികളിലേക്ക് കടക്കുന്നവരാകട്ടെ വെറും 3.7% മാത്രം. ഈ ചിത്രം ഏറെക്കുറെ നൽകുന്നൊരു ഉറപ്പുണ്ട്. ഇനിയുള്ള കാലം വിദ്യാഭ്യാസം സുരക്ഷിതമായ ജോലി കിട്ടാനുള്ള ഉറപ്പല്ല, മറിച്ച് കൂടുതൽ യോഗ്യതയുള്ളവർക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിൽ നിൽക്കാനുള്ള ഒരു റിലേറ്റീവ് അഡ്വാൻറ്റേജ് മാത്രമാണ്. തൊഴിലില്ലായ്മ ഇത്ര രൂക്ഷമാകുന്നതിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയിൽ ഒട്ടും കേന്ദ്രീകൃതമല്ല. പരമാവധി ഔട്ട്പുട്ട് നിർമ്മിക്കുന്നത് മാത്രമായിരിക്കുന്നു വർഷങ്ങളായി നമ്മുടെ ശീലം. ഒരു ഉദാഹരണം പറയാം. 2000-ന്റെ മധ്യകാലം മുതൽ ITI അഥവാ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 300% നമ്മുടെ രാജ്യത്ത് വർദ്ധിക്കുകയുണ്ടായി. അതിൽ 80% സ്വകാര്യ സ്ഥാപനങ്ങളായിരുന്നു. ഈ വർധന ഗുണമേന്മയുള്ള പരിശീലനം നൽകുന്നതിനേക്കാൾ കേവല സാക്ഷ്യപത്രങ്ങൾ നൽകുന്നതിൽ മാത്രം കേന്ദ്രീകൃതമായിരുന്നു. തൽഫലമായി ഒരുപാട് വിദ്യാർത്ഥികൾ പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങിയെന്നല്ലാതെ വലിയൊരു വിഭാഗം ബിരുദധാരികൾക്കും വൈദഗ്ധ്യമില്ല. ഇത് ITIകളുടെ മാത്രം അവസ്ഥയല്ല. ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഏറെക്കുറെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെല്ലാം വർഷങ്ങളായി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലത്തിൽ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് മാത്രം ആർക്കും തൊഴിലില്ലെന്ന സാഹചര്യമായി മാറി. AI സുരക്ഷയിൽ ഗവേഷണം ചെയ്യുന്ന ആന്ത്രോപിക് എന്ന കമ്പനി 2026 നടത്തിയ പഠനപ്രകാരം സേവന മേഖലയിലും കമ്പ്യൂട്ടിംഗ് പോലുള്ള ഉയർന്ന കഴിവ് ആവശ്യമായ മേഖലകളിലും തൊഴിൽ വളർച്ച മന്ദഗതിയിലാകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ കൺസ്ട്രക്ഷൻ പോലുള്ള കുറഞ്ഞ കഴിവ് ആവശ്യമായ മേഖലകളിലാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഇതിലൂടെ വേറെ പല മേഖലയിലും യോഗ്യതയുള്ളവർ പോലും നിർമ്മാണ മേഖലയിലേക്ക് തിരിയേണ്ട സാഹചര്യമാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വിശാലമായിക്കൊണ്ടിരിക്കുമ്പോഴും തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ പുരോഗതിയൊന്നും ഉണ്ടാകുന്നില്ല. 2025-26 വർഷങ്ങളിൽ പൊതുനിക്ഷേപം 11 ട്രില്യൺ രൂപ കവിഞ്ഞെങ്കിലും അതിൽ 57% ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മേഖലകളിലേക്കാണ് പോയത്. അതിനാൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നത് വളരെ പരിമിതമാണ്. ഇതിനു പുറമെ ഇന്ത്യയിൽ തൊഴിലവസരങ്ങളുടെ ഏകദേശം 75% ഇപ്പോഴും അനൗപചാരിക മേഖലയിലാണ് നിലനിൽക്കുന്നതെന്ന് കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അനൗപചാരിക മേഖല GDPയുടെ 45% സംഭാവന ചെയ്യുന്നുണ്ടെങ്കിലും ഉൽപാദനക്ഷമത വളരെ കുറവാണ്. ഗിഗ് എക്കോണമി പോലുള്ള മേഖലകൾ വേഗത്തിൽ വളരുമ്പോഴും അവിടെ യോഗ്യതകൾക്ക് വലിയ സ്ഥാനമില്ലെന്ന് മാത്രമല്ല അസ്ഥിരമായ ജോലികളിലാണ് ആളുകൾ ഏറെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പരിശോധിച്ചു വരുമ്പോൾ ഇനി സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് മാത്രം ഒരു കാര്യവും ഉണ്ടാവില്ല. എവിടെ പഠിച്ചു എന്നതിൽ വലിയ പ്രസക്തിയില്ല. പഠിച്ച മേഖലയിൽ വൈദഗ്ധ്യം ഉണ്ടായതുകൊണ്ടും മതിയാവില്ല. പഠിക്കുന്ന മേഖലയിൽ യോഗ്യതക്കനുസരിച്ചുള്ള തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.
കുട്ടികളെ ഡിഗ്രിക്ക് പഠിക്കാൻ തള്ളിവിടുന്നതിന് പകരം എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ രീതികളെല്ലാം വിദ്യാർത്ഥികളുടെ കഴിവിനെ പരിപോഷിപ്പിക്കുന്നതിൽ കേന്ദ്രീകൃതമാവേണ്ടതുണ്ട്. സബ്കാ വികാസ് എന്നത് പേപ്പറിൽ ഒതുങ്ങി നിൽക്കേണ്ട മുദ്രാവാക്യമല്ല. ഈ അവസ്ഥയുടെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇനി ആവശ്യം തൊഴിൽ നിർമ്മാണവുമായി ബന്ധിപ്പിച്ച നൈപുണ്യ കേന്ദ്രീകൃതവും സംരംഭകത്വത്തെ പിന്തുണയ്ക്കുന്നതുമായ ഒരു പുതിയ വിദ്യാഭ്യാസ വികസന മാതൃകയാണ്.